എല്ലാവർക്കും ഹരിശ്രീ ഓൺലൈനിലെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLCയുടെ ഹിന്ദിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഖിഡ്കി എന്ന പാഠമാണ്. അപ്പോൾ ഖിഡ്കി എന്ന് പറഞ്ഞാൽ ജനാല. ഇതൊരു ലഘുകഥയാണ്. അഞ്ജു ഖർബന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ലേഖികയാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാഠത്തിലോട്ട് പോകാം. ഹോഷിയാർപൂർ സെ ഷാദി കാ ബുലാവ ആയാത. ഹോഷിയാർപൂരിൽ നിന്ന് കല്യാണത്തിന്റെ ക്ഷണം വന്നിരുന്നു. ട്രെയിൻ സെ ജാന തൈ ഹുവ. ട്രെയിനിൽ പോകുവാനാണ് തീരുമാനിച്ചിരുന്നത്. സർദി ഹൽക്കി ഹൽക്കി ദസ്തത് ദേനി ലഹീദി. അപ്പോൾ ചെറുതായിട്ട് തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. അത് തണുപ്പ് കാലമായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ചെറുതായിട്ട് തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു. ഇസ്ലിയെ സോച്ച ചലോ ഇസ് ബാർ AC के बजाय जनरल कोच से സഫർ ക ആനന്ദ് ലിയാ ജായേ. അപ്പോൾ ഇപ്രാവശ്യം AC കമ്പാർട്ട്മെന്റിന് പകരം, തണുപ്പുള്ളത് കൊണ്ട് തന്നെ, തണുപ്പ് കാലാവസ്ഥയായിരുന്നത് കൊണ്ട് തന്നെ AC കമ്പാർട്ട്മെന്റിന് പകരം ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുവാനായിട്ട് അവര് തീരുമാനിച്ചു. പഹലെ ബീവി ബച്ചെ ജനറൽ സെ ജാനെ പർ കുച്ച് നാരാസ് ഹുയി. ആദ്യം ഭാര്യയും മക്കളും ജനറൽ കോച്ചിൽ പോകുന്നതിൽ വളരെയധികം നീരസം പ്രകടിപ്പിച്ചു, നീരസം കാണിച്ചു. पर फिर थोड़ा ना नुकार के बाद मान गए. പക്ഷെ കുറച്ച് എതിർപ്പുകളിന് ശേഷം, നാനുക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പ് എന്നാണ്, എതിർപ്പിന് ശേഷം അവര് ജനറൽ കമ്പാർട്ട്മെന്റിൽ തന്നെ പോകുവാനായിട്ട് സമ്മതിച്ചു. ദില്ലി സെ ലഗ്ഭഗ് 8 ഘണ്ടെ കാ സഫർ. ദില്ലിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂർ യാത്ര. സീറ്റ് ബുക്ക് ദി തോ സ്യാദാ പരേശാനി നെഹി ഹുയി. ആദ്യം തന്നെ സീറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ വളരെ വിഷമമൊന്നും ഉണ്ടായില്ല. ബച്ചോനെ ചട്ട് ഖിഡ്കി വാലി സീറ്റ് ചപ്പട്ലി. കുട്ടികൾ ആദ്യം തന്നെ ജനലിന്റെ അടുത്തുള്ള സീറ്റ് പിടിച്ചെടുത്തു. സാരാ സാമാൻ സെറ്റ് കർ മേ ഓർ പത്നി ബാത്തോ മേ മഷ്ഗുൽ ഹോ ഗയേ. അപ്പോൾ എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അവിടെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനും ഭാര്യയും, അതായത് ഇതിലെ ഭർത്താവും ഭാര്യയും അവരുടെ സംഭാഷണത്തിൽ മുഴുകിയിരുന്നു. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് പറയുവാനായിട്ട് പറ്റുന്ന കുറച്ച് വാക്കുകൾ, ഒന്ന് ഷാദി. ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം. ബുലാവ, ബുലാവ എന്ന് പറഞ്ഞാൽ ക്ഷണം. തൈക്കർണ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക. സർദി തണുപ്പ്. അതുപോലെ തന്നെ നാരാസ് നീരസം. നാനുക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപ്പ്. ലഗ്ഭഗ് ഏകദേശം. ഖിഡ്കി ജനാല. പരേശാനി വിഷമം, പരിഭ്രമം. ഇവയെല്ലാമാണ് ഇതിൽ കുറച്ച് പാടുള്ള വാക്കുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മഷ്ഗുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുകിയിരിക്കുക. അടുത്ത പാരഗ്രാഫ് നോക്കാം. ദീദി ജമ്മു കി ഷാൽ ലേലി ബഹുത്ത് ബടിയ ഹേ. ചേച്ചി ജമ്മുവിൽ നിന്നുള്ള ഷോള് വാങ്ങിക്കൂ, വളരെ നല്ലതാണ്. രംഗ് ബിരങ്കി ഷോളും, നല്ല വർണ്ണശഫലമായിട്ടുള്ള ഷോളുകൾ. ഫാരി ഗട്ടർ ഉഠായി ഏക് സവലി സലോനി കജരാരി ആംഖോ വാലി യുവതി പത്നിക്ക് ഇസ്രാർ കർണയിലേക്ക്. അപ്പൊ എന്താണ്, നല്ല വർണ്ണശഫലമായിട്ടുള്ള ഷോളുകളുടെ ഒരു വലിയ ഭാണ്ഡാരം മുന്നിൽ വെച്ചിട്ട് സാവലി, സാവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത നിറമുള്ള എന്നാണ് അർത്ഥം. സലോനി നല്ല സുന്ദരിയായ, കജുരാരി കൺമഷി എഴുതിയ കണ്ണുകളുള്ള ഒരു യുവതി ഭാര്യയെ നിർബന്ധിക്കുവാനായിട്ട് തുടങ്ങി. എന്തെങ്കിലും കുറച്ച് ഷോള് വാങ്ങൂ ചേച്ചി, കുറച്ച് ഷോള് വാങ്ങൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുവാനായിട്ട് തുടങ്ങി. കിത്തനേക്ക് ഹേ. അപ്പൊ ആ ഭാര്യ ചോദിക്കുന്നതാണ്, എത്ര രൂപയാണ്? 8 സൗക്കി. അപ്പൊ ആ സ്ത്രീ പറയുകയാണ്, ആ ഷോള് വിൽക്കുന്ന യുവതി പറയുകയാണ്, 800 രൂപ. ഇത്തിനേ വാങ്ങി, ഇത്ര വിലപിടിപ്പുള്ളതോ? സ്യാദാ പീസ് ലോകിത്തോ കം കരുതൂങ്ങി. നിറയെ പീസ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു ഷോളിന് പകരം ഒന്നിൽ കൂടുതൽ ഷോൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വില കുറച്ച് തരാം. മുജെ ദുക്കാൻ ഖോൽനെ ഹേ ക്യാ. എന്നതാണ്,
ഈ ഷോളെല്ലാം വാങ്ങിയിട്ടെന്നതാണ്, എനിക്ക് കട തുടങ്ങുവാനാണോ എന്ന് ഭാര്യ ചോദിക്കുകയാണ്. ലേലോ നാ ബഹനോ ഓർ ഫാഫിയോം കെ ലിയേ, വാങ്ങിക്കൂ, നിങ്ങളുടെ സഹോദരിമാർക്കും നാത്തൂനും അത് കൊടുക്കാം. ഫാഫിയും എന്ന് പറഞ്ഞ നാത്തൂനാണ്. നാത്തൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരന്റെ ഭാര്യ, അവരെയാണ് ഭാവി എന്ന് പറയുന്നത്. मैंने पत्नी को इशारा किया तो उसने आंखों तरेर मुझे चुप रहने का संकेत दिया. ഞാൻ ഭാര്യയോട് ആംഗ്യം കാണിച്ചു. ഇതൊന്നും വേണ്ട, നിറയെ പൈസ ചെലവാകും എന്നുള്ളൊരർത്ഥത്തിലായിരിക്കും ഭർത്താവ് ആംഗ്യം കാണിച്ചത്. പക്ഷേ ഭാര്യ തിരിച്ചെന്നതാണ് ചെയ്തത്. ആംഖ്യം തരേർക്കർ മുജെ ചുപ് രഹിനേക്ക സങ്കേത് കിയ, കണ്ണുകൾ ഉരുട്ടിക്കൊണ്ടെന്നതാണ് എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കുവാനായിട്ട് ആംഗ്യം കാണിച്ചു. അച്ഛ 5 പീസ് ലൂ തോ കിത്തനേക്ക് ദേങ്കി. അപ്പൊ നമ്മുടെ ഭാര്യ ചോദിക്കുകയാണ് ആ യുവതിയോട്, ആ ഷോള് വിൽക്കുന്ന യുവതിയോട് ചോദിക്കുകയാണ്, 5 പീസ് എടുത്താൽ എത്ര രൂപയ്ക്ക് തരും? 200 रुपये पर പീസ് ലേനാ ദീദി എന്നതാണ്. 200 രൂപയ്ക്ക് ഷോൾ വാങ്ങിക്കൂ, ഒരു പീസ് വാങ്ങിക്കൂ ചേച്ചി. ഇവിടെ പീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഷോളിനെയാണ്. ശരി, അപ്പോ ഒരു ഷോളിന് 200 രൂപ എന്ന ആ സ്ത്രീ പറയുകയാണ്. നാ 100 रुपया पर പീസ്. അപ്പൊ നമ്മുടെ സ്ത്രീ കുറച്ചെന്നതാണ്, വില കുറച്ച് പറയുകയാണ്. 100 രൂപയ്ക്ക് ഒരു പീസ്. അപ്പോ 5 പീസിന് 500 രൂപ. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് ഒരു പീസ് ഷോൾ തരാനായിട്ട് പറയുകയാണ്. ദീദി സോത്തോ ബഹുത്ത് കംഹെ എന്നതാണ്. ചേച്ചി 100 എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. കഹത്തെ ഹി ഉസ്ക ഗല രൂദ് ഗയ. അങ്ങനെ പറയുമ്പോൾ ആ സ്ത്രീയുടെ, ആ യുവതിയുടെ തൊണ്ട ഇടറി. ഓർ ഉസ്കി കജ്രാരി ആംഖും ഫറായി. അവരുടെ കൺമശി എഴുതിയ കണ്ണുകൾ എന്ത് സംഭവിച്ചു? നിറഞ്ഞു. ചൽ നാ തേരി നാ മേരി. അപ്പൊ ഭാര്യ പറയാണ്, അതൊക്കെ കണ്ടപ്പോ ഭാര്യക്ക് സങ്കടം വന്ന് കാണും. അതുകൊണ്ട് തന്നെ ഭാര്യ പറയുകയാണ്, ശരി, നിനക്കുമില്ല എനിക്കുമില്ല. നമ്മുടെ ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതുപോലെ ഇവിടെ ആ സ്ത്രീ പറയുകയാണ്, നിനക്കുമില്ല എനിക്കുമില്ല. 150 per പീസ്, 150 രൂപയ്ക്ക്. അച്ഛാ ദീദി ठीक है लो रंग पसंद कर लो. ശരി ചേച്ചി, വാങ്ങിച്ചോളൂ, ഇഷ്ടമുള്ള നിറം തിരഞ്ഞെടുത്തോളൂ. कुछ सोचते हुए उसने कहा और गटर पत्नी के सामने सरक दिया. അത്രയും പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? എന്തോ ചിന്തിച്ചുകൊണ്ട് ആ സ്ത്രീ ആണെങ്കിൽ ആ പാണ്ടക്കെട്ട് അവരുടെ മുന്നിലേക്ക് വെച്ചു, തുറന്നു വെച്ചു. പത്നീനെ 5 ഷോൾ അലഗ് കർലി. ഭാര്യയാണെങ്കിൽ അതിൽ നിന്ന് 5 ഷോള് മാറ്റി. ഓർ മേരി ഓർ ദേഖ് റുപേ ദേനേക്ക ഇഷാരാക്കിയ. എന്നിട്ട് ആ ഭർത്താവിനെ നോക്കിയിട്ട് പൈസ കൊടുക്കുവാനായിട്ട് ആംഗ്യം കാണിച്ചു. മേനെ ചട്ട് 750 रुपये നിക്കൽ ദേദിയ. ഞാൻ പെട്ടെന്ന് തന്നെ 750 രൂപ എടുത്ത് കൊടുത്തു. उसके जाने के बाद रास्ते पर पत्नी की सुई इसी बात पर अटकी रही. അപ്പോ അവള് പോയതിനു ശേഷം നമ്മുടെ ഭാര്യയുടെ ചിന്ത മൊത്തം ഇതിൽ കേന്ദ്രീകരിച്ചു. ഓ ഏക് ബാർ മേ ഹി 150 മേ മാൻ ഗയി. അവൾ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ 150 രൂപയ്ക്ക് സമ്മതിച്ചു. ഗൽത്തിക്ക്, തെറ്റ് ചെയ്തു. തോടാ തോൽമോൽ ഓർ കർണ ചാഹിയതാ. കുറച്ചുകൂടെ വില പേശേണ്ടതായിരുന്നു. തോൽമോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില പേശുക എന്നാണ്. ഓർ മേരി സുയി അതീത് മേ ജാ അട്കീതി. പക്ഷെ എന്റെ ചിന്ത വേറെ, അതിനും അതീതമായിട്ട് എന്തിലോ ചെന്ന് കേന്ദ്രീകരിച്ചു. ബേട്ടി കോ ഗോദ് മേ ബിഠാ റേൽഗാഡി കി ഖിഡ്കി സെ ചങ്കത്ത മേ സോച്ച് രഹാ ഥാ. അപ്പോ മകളെ എന്റെ മടിയിൽ ഇരുത്തിക്കൊണ്ട് തീവണ്ടിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ഞാൻ ചിന്തിച്ചു. മേരാ പിതാഫി റെയിൽഗാഡി മേ സാമാൻ ബേച്ച് ജബ് തക്കേ ഹാരെ ഘർ ആത്തെ. എൻ്റെ പിതാവും ഈ തീവണ്ടിയിൽ സാധനങ്ങളെല്ലാം വിറ്റിട്ട് എപ്പോഴാണോ തിരിച്ച് വീട്ടിലേക്ക് ക്ഷീണിച്ചു വരുന്നത്, തക്കേ ഹാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണിച്ചു വരുന്നത്. തോ ഉൻകി ആംഖോ മേഫി വഹി നമീതി. അദ്ദേഹത്തിന്റെ കണ്ണുകളിലും അതേ
നനവുണ്ടായിരുന്നു. നമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനവാണ്. ജോ ആജ് ഉസ് യുവതിക്ക് ആംഖോമേദി, ഇന്ന് ആ സ്ത്രീയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അതേ നനവ് എൻ്റെ പിതാവ് ഒന്നതാണ് തീവണ്ടിയിൽ സാധനങ്ങൾ വിറ്റിട്ട് വരുമ്പോൾ എൻ്റെ കണ്ണിലും ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ കണ്ണിലും ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ ആ ഭർത്താവ് പറയുന്നത്. അതായത് ആ സ്ത്രീയെ പോലെ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതിലുള്ള ആ സ്ത്രീയുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ, മുഖ്യ കഥാപാത്രത്തിൻ്റെ പിതാവും ജോലി ചെയ്തു വന്നിരുന്നത്. തീവണ്ടിയിലായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കഷ്ടപ്പാടുകളും അനുഭവിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ആ സ്ത്രീയെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ യുവതിയെ കണ്ടപ്പോൾ, ഷോൾ വിൽക്കുന്ന ആ യുവതിയെ കണ്ടപ്പോൾ തൻ്റെ പിതാവിനെയാണ് ഇതിലെ കഥാപാത്രത്തിന് ഓർമ്മ വന്നത്.